പാറ്റകളുടെ സമരവേദിയിലേക്ക് അങ്ങനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംഘവും വന്നിരിക്കുന്നു. അപ്രതീക്ഷിതമല്ല, പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ പ്രതിപക്ഷവും കാത്തിരുന്നത്. മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അടുത്ത ശ്രമം. കർഷക സമരം ചീറ്റിപ്പോയി, CAA സമരം ചീറ്റിപ്പോയി. അങ്ങനെ അവസാനം കുറേ കാലമായി രാഹുൽ ഗാന്ധി പറഞ്ഞു നടക്കുന്നു, ഇന്ത്യയിലെ യുവാക്കളെ നിങ്ങൾ തെരുവിലിറങ്ങൂ, നിങ്ങൾ ബംഗ്ലാദേശ് കണ്ടില്ലേ, നേപ്പാൾ കണ്ടില്ലേ, ശ്രീലങ്ക കണ്ടില്ലേ, അതുപോലെ നിങ്ങൾ ഇറങ്ങൂ എന്ന് രാഹുൽ ഗാന്ധി നിലവിളിച്ചു കൊണ്ടിരുന്നതിന് ഒരു റിസൾട്ട് വരുന്നു എന്ന് രാഹുൽ ഗാന്ധി കരുതുന്ന സമയമാണ്. രാഹുൽ ഗാന്ധി വന്നത് വെറുതെയല്ല. കാരണം രാഹുൽ ഗാന്ധി വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു പ്രസ്താവന വന്നു. ആരുടെയാണെന്നറിയോ? മറ്റാരുടെയല്ല, ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അവർ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഐതിഹാസികമായ ഈ സമരത്തിന് അള്ളാഹുവിൻ്റെ എല്ലാ കരുണയും എല്ലാ സംരക്ഷണവും ഉണ്ടാവട്ടെ, ഇന്ത്യയിലെ ഫാസിസ്റ്റ് സർക്കാരിനെ പുറത്താക്കാനുള്ള സമരത്തിന് ഞങ്ങളെല്ലാ പിന്തുണയും നൽകിയിരിക്കുന്നു എന്ന് ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. നിങ്ങൾ കാണുക. അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി വന്നല്ലേ പറ്റൂ. കേരളത്തിലെ മീഡിയ വൺ, മുക്കാൽ മീഡിയ അടക്കമുള്ള ചാനലുകൾ നിലവിളിച്ചല്ലേ പറ്റൂ. കാരണം ഇത് ഇന്ത്യയിലെ കിരാത സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അസുലഭ സന്ദർഭമാണെന്ന് ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമി പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സമരം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഇന്നത്തെ പത്രം കണ്ട, ഇന്നത്തെ ചാനലുകൾ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ട ദൃശ്യങ്ങളുണ്ടല്ലോ, പെൺകുട്ടികളെ ഉൾപ്പെടെ അതിഭീകരമായി തല്ലിച്ചതയ്ക്കുന്ന മോദിയുടെ പോലീസ്, അമിത്ഷായുടെ പോലീസിൻ്റെ കിരാത വാഴ്ച, ഇതല്ലേ കണ്ടത്? മനോരമയാണ് ഒന്നാം പേജിൽ ഒരു പോലീസുകാരൻ ടിയർ ഗ്യാസ് വെടിവെക്കുമ്പോൾ, ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ തോക്കൊന്നുമല്ല, തോക്ക് പോലത്തെ ഒരു സാധനം, അതിൽ നിന്ന് തീജ്വാലകൾ പടരുന്ന ചിത്രം വരെ കാണിച്ചിട്ടുണ്ട് പ്രതീകാത്മകമായിട്ട്. പക്ഷേ നിങ്ങൾ കാണാത്ത നമ്മുടെ രാജ്യത്തല്ല, കേരളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കാത്ത കുറേ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. നോക്കൂ, ആദ്യം കാണുന്ന ദൃശ്യം, ഒരു 10-70 വയസ്സുള്ള ഒരു മനുഷ്യൻ വൈറ്റ് ആൻഡ് വൈറ്റ് ജുബ്ബ ഇട്ട് വരുന്നു. അയാളുടെ പേരറിയാമോ? ഹാജി അഫ്സൽ. രാഹുൽ ഗാന്ധി വന്നതിന് തൊട്ട് മുമ്പ് വന്ന ആളാണ്, ഈ സമരം മൂപ്പിക്കാൻ വന്ന ആളാണ്. നോർത്ത് ഈസ്റ്റ് ദില്ലിയിലെ നീലാംപൂരിൽ നിന്നുള്ള ഗ്യാങ്സ്റ്ററാണ്, അധോലോക നേതാവ്, ഗുണ്ടാ തലവൻ, മുസ്ലിം ഗുണ്ടാ തലവൻ. നോക്കൂ, അയാളുടെ കൂടെ അയാളുടെ സമുദായത്തിൽപ്പെട്ടവരെന്ന് പ്രത്യക്ഷത്തിൽ പണ്ട് മോദി പറഞ്ഞതുപോലെ തൊപ്പിയും തലപ്പാവും, തൊപ്പിയും താടിയും കണ്ടാൽ തിരിച്ചറിയാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ വലിയ ആക്ഷേപമുണ്ടായി. നോക്കൂ, ഹാജി അഫ്സലിൻ്റെ കൂടെ വരുന്നത് ആരാണ്? അവർ പാറ്റാ സമരത്തിന് വന്ന വിദ്യാർത്ഥികളാണ്. നോക്കൂ, പാറ്റാ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ എന്താ ഇന്നലെ ചെയ്തത്? അവർ പോലീസ് വാഹനങ്ങൾ മറിച്ചിട്ടു, കൂട്ടത്തോടെ വന്ന് പോലീസ് വാഹനങ്ങൾ തള്ളിമറിച്ചിട്ടു, പോലീസിനെ അതിഭീകരമായി നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. പല ഭാഗത്തു നിന്ന് പോലീസിന് നേരെ മാരകമായ ആക്രമണം നടത്തി. കല്ലേറ് മാത്രമല്ല, എത്രയോ പോലീസുകാർ ചോരയിൽ കുളിച്ച് 40ഓളം പോലീസുകാർക്ക് പരിക്കേറ്റു. എത്ര വാഹനങ്ങൾ, പോലീസിന്റെ ബസ് മറിച്ചു, കാറുകൾ തലകീഴായി മറിച്ചിട്ടിരിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും ചാനലിൽ, ഏതെങ്കിലും പത്രത്തിൽ അതിൻ്റെ ചിത്രം കണ്ടോ, വിഷ്വൽ കണ്ടോ? നിങ്ങളെ ഞങ്ങൾ കാണിക്കുകയാണ്, നിങ്ങൾ കാണണം. ഡൽഹിയിൽ ഇന്നലെ നടന്ന സമരം എന്ന പേരിൽ നടത്തിയത് സമരമായിരുന്നോ അക്രമമായിരുന്നു? എന്താ വിഷയം? അവരുടെ നീറ്റ് പരീക്ഷയുടെ പരീക്ഷാ പേപ്പർ ചോർന്നു. പരീക്ഷാ പേപ്പർ ചോർന്നതിന് പരിഹാരം ഉണ്ടാക്കണം. പരീക്ഷ മാറ്റിവെച്ചു, പരീക്ഷ വീണ്ടും നടത്തി, ഒരു പരാതിയുമില്ലാതെ നടത്തി. കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. കേന്ദ്രമന്ത്രിയാണോ പരീക്ഷാ പേപ്പർ ചോർത്തിയത്? ആദ്യത്തെ തവണ കഴിഞ്ഞ വർഷം പരീക്ഷാ പേപ്പർ ചോർന്നത് എവിടുന്നാണ്? ഒരു സ്കൂളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പരീക്ഷാ പേപ്പർ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ തുറന്നെടുത്ത് ഫോട്ടോ കോപ്പി എടുത്ത് പുറത്തു കൊടുത്തു. ഇപ്പോഴെന്താ സംഭവിച്ചത്? പരീക്ഷാ പേപ്പറിൻ്റെ ചോദ്യാവലി ഉണ്ടാക്കി അത് പരിഭാഷപ്പെടുത്തിയ ഒരാൾ, പരീക്ഷാ പേപ്പർ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, പല ഭാഷകളിൽ, ഇന്ത്യയിലെ പല ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. കാരണം പ്രാദേശിക ഭാഷകളിൽ പരീക്ഷ എഴുതാം. അങ്ങനെ പരിഭാഷപ്പെടുത്തിയ ഒരാൾ അതിലെ ചില ഭാഗങ്ങൾ ചോർത്തി. അതിന് പ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമാണ് രാജിവെക്കേണ്ടത്. അവരെ എന്ത് ചെയ്തു? അവരെ കടുത്ത ശിക്ഷാവിധികൾ ഉൾപ്പെടെ കൊടുക്കുന്നതിനും പാകത്തിലുള്ള നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ വർഷം തന്നെ കൊണ്ടുവന്നു. ആ നിയമം ഉപയോഗിച്ച് അവരെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അതല്ലേ പരിഹാരം? കേരളത്തിൽ PSC പരീക്ഷ നടന്നു. PSC പരീക്ഷയ്ക്ക് ചില ആളുകളുടെ 10ഓളം ചോദ്യങ്ങൾ
പരിശോധിക്കാതെ, ഉത്തരങ്ങൾ പരിശോധിക്കാതെ വേണ്ടപ്പെട്ട ആളുകളെ നിയമിച്ചു. അവരിപ്പോഴും കേരളത്തിൽ സർവീസിൽ തുടരുന്നുണ്ട്. കേരളത്തിൽ PSC പരീക്ഷ, കേരളത്തിലാണ് എഴുതാത്ത പരീക്ഷ പാസ്സായി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഭരണകക്ഷി നേതാവിൻ്റെ വിദ്യാർത്ഥി നേതാവിന് കിട്ടിയത് മഹാരാജാസ് കോളേജിൽ. പിണറായി വിജയൻ രാജിവെച്ചോ? ഇല്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാൻ ആരെങ്കിലും പറഞ്ഞു? അത് ഒരു ക്രമക്കേടാണ്. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു ക്രമക്കേട്. അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഈ ദൃശ്യങ്ങൾ? ലോകത്തെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ഇത്രമാത്രം വയലൻ്റ് ആയിട്ടുള്ള അക്രമം നടത്തിയവരെ ഇതിലും ശക്തമായി നേരിടുമായിരുന്നു. ഇന്നലെ പാർലമെന്റ് നടക്കുമ്പോൾ പാർലമെന്റിലേക്ക് ഇരച്ച് കയറി പാർലമെന്റിന്റെ പ്രവർത്തനം അട്ടിമറിക്കുക, പാർലമെന്റ് പിടിച്ചെടുക്കുക. ശ്രീലങ്കയിൽ കണ്ടതുപോലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുന്നു, 2000-3000 പിള്ളേർ ഇരച്ചു കയറുന്നു, ചെറുപ്പക്കാർ ഇരച്ചു കയറുന്നു, എല്ലാം വലിച്ച് പുറത്തിറക്കുന്നു, ഭരണം പിടിച്ചു എന്ന് പറയുന്നു. ബംഗ്ലാദേശിൽ നടന്ന അങ്ങനെയല്ലേ? 3000 പേര് രാജ്യത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്ത് അധികാരത്തിലേറ്റിയ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ച് കയറി അത് മുഴുവൻ നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഞങ്ങൾ ഭരണം പിടിച്ചെടുത്തു എന്ന് പറയുന്നു. 3000 പേർ, രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഒരു സർക്കാരിനെ ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് സംവിധാനം വഴി അത് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഏതാനും ചെറുപ്പക്കാരെ ഇറക്കി, ഏതാനും കുട്ടികളെ ഇറക്കി സമരം നടത്താം എന്നുള്ള ഭാവമാണ്. കുട്ടികളൊന്നും അല്ല സമരത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഈ ദൃശ്യങ്ങൾ? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മുഖം മൂടി വെച്ചവർ, മാസ്ക് വെച്ചവർ. എന്തിനാണ് ഇവർ മുഖം മൂടി വെച്ച് സമരത്തിന് വരുന്നത്? കഴിഞ്ഞ 20 ദിവസം ആരും ഉണ്ടായിരുന്നില്ലല്ലോ. UP-യിൽ നിന്നും അടക്കം ചെറുപ്പക്കാർ വരികയാണ്. ആരാണ്? സമാജ്വാദി പാർട്ടിയുടെ ആളുകൾ, SFIയുടെ നേതാക്കന്മാർ, ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇവിടുന്നൊക്കെ ഇടതുപക്ഷ ഐസയുടെ, SFIയുടെ, AISFന്റെ പ്രവർത്തകർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡൽഹിയിലെ ആൾക്കാർ, ഇവരെല്ലാം കൂടെ സമരത്തിൽ പങ്കെടുക്കുക. സമാജ്വാദി പാർട്ടി 100 കണക്കിന് ആളുകളെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സമരമായി ഇത് മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികളല്ല, പാറ്റകളല്ല അവിടെ ഇരിക്കുന്നത്, പ്രതിപക്ഷമാണ്. രാഹുൽ ഗാന്ധിയാണ് ഇതിൻ്റെ പിന്നിൽ. രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എവിടെയൊക്കെ പോയി എന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. മക്കളുടെ കൂടെ നിൽക്കുന്നു എന്ന തരത്തിൽ ചില വീഡിയോ ഒക്കെ, രാഹുൽ ഗാന്ധിയോട് സാദൃശ്യമുള്ള ആളുകളുടെ വീഡിയോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ആകട്ടെ, പക്ഷേ ഓരോ തവണയും രാഹുൽ ഗാന്ധി വിദേശ പര്യടനം നടത്തി തിരിച്ചു വരുമ്പോൾ ഈ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഒരുക്കിയിരിക്കും. കാരണം അതിനുള്ള അച്ചാരം വാങ്ങി, അതിനുള്ള കോഴ വാങ്ങി കീശയിലിട്ടിട്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വരുന്നതെന്നുള്ള ആക്ഷേപം വളരെ പ്രബലമാണ്. എന്താ ജോർജ് സോറോസ് ഈ രാഹുൽ ഗാന്ധിയുടെ വകയിലൊരു അമ്മാവനായ, വെറുതെ പറഞ്ഞതല്ല, സോറോസിൻ്റെ ബന്ധം നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്ത് ജോർജ് സോറോസും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നാളെ ആവട്ടെ, അടുത്ത ദിവസം പറഞ്ഞു തരാം. രാഹുൽ ഗാന്ധിയുടെ വകയിൽ അമ്മാവനാണ് ഈ ജോർജ് സോറോസ്. സോറോസിൻ്റെ മകൻ്റെ വിവാഹത്തിന് രാഹുൽ പോയിരുന്നല്ലോ. ഫൗറി ആൻറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടോ? അതൊരു കഥയാണ്. ആ കഥ വിശദമായി ഞാൻ പറഞ്ഞു തരാം. അവിടെ ഇരിക്കട്ടെ. ഏതായാലും ജോർജ് സോറോസ് പറഞ്ഞു, ഇന്ത്യയിൽ മോദിയെ അധികാരത്തിൽ നിന്നിറക്കാൻ ഞാൻ $1 ബില്യൺ ചെലവാക്കുമെന്ന്. ഈ ഇന്ത്യ അടക്കമുള്ള മേഖലയിൽ, ഈ ഉപഭൂഖണ്ഡത്തിൽ തനിക്ക് സ്വാധീനമുള്ള സർക്കാരുകൾ വരാൻ വേണ്ടി താൻ ബില്യൺ കണക്കിന് ഡോളർ മുടക്കുമെന്ന് സോറോസ് പറഞ്ഞത് വെറുതെ ആയില്ല. ശ്രീലങ്കയ്ക്ക് വേണ്ടി അയാൾ $250 കോടി മുടക്കിയത് ഭരണം പോകാൻ വേണ്ടി. ബംഗ്ലാദേശിന് വേണ്ടി മുടക്കിയത് $300 കോടി. നേപ്പാളിന് വേണ്ടി മുടക്കിയത് $100 കോടി. ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കണക്കുണ്ട്. അടുത്തത് ഇന്ത്യയിൽ ഇത് ചെയ്യാൻ വേണ്ടി കുറേ കാലമായി സോറോസിൻ്റെ പണവും പറ്റി ഈ ശ്രമങ്ങൾ നടക്കുകയാണ്. പക്ഷേ വിജയിച്ചില്ല. കാരണം ഈ നാട്ടിലെ ജനാധിപത്യവാദികളായ, ദേശീയവാദികളായ ആളുകൾ ഇതിനെ ചെറുത്തതുകൊണ്ട് നടന്നില്ല. ഇനിയിപ്പോൾ ഉത്തർപ്രദേശ് ഇലക്ഷൻ വരുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് ചില രക്തസാക്ഷികളെ ഉണ്ടാക്കണം, പോലീസിനെ കൊണ്ട് വെടിവെപ്പിക്കണം, കുറച്ച് വിദ്യാർത്ഥികളുടെ ജഡം വേണം. അത് പറഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇന്നലത്തെ പോലീസ് ആക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു വിദ്യാർത്ഥി അടികൊണ്ട് മരിച്ചുപോയി എന്നും പറഞ്ഞ് തുണിയിട്ട് മൂടിയിരിക്കുന്നത് കണ്ട്. ഇടയ്ക്ക് നോക്കുമ്പോൾ ആ മരിച്ച ജഡം കാലൊക്കെ മടക്കി കുറച്ചുകൂടെ സൗകര്യമായിട്ട് ഒതുങ്ങി കിടക്കുന്നത് കണ്ടു. നമ്മളിത് പലസ്തീനിൽ കണ്ടതാണ്, ഗാസയിൽ കണ്ടതാണ്.
ഗസയിലൊരു സീൻ നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും. ഒരാളുടെ ശവവുമായിട്ട് ഇങ്ങനെ കുറേ പേര് നടന്നു പോവുകയാണ്. അപ്പോഴാണ് ആകാശത്തു നിന്നൊരു വിമാനം വന്നിട്ട് താഴേക്ക് ബോംബിടുന്നത്. ശവമഞ്ചവുമായിട്ട് പോയ ആളുകൾ ശവമഞ്ചം താഴെ ഇട്ടിട്ട് ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശവം എണീറ്റ് ഓടി എന്ന് പറയുന്ന പോലെയുള്ള നാടകങ്ങൾ വരെ ഡൽഹിയിൽ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന യഥാർത്ഥ ചിത്രം കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര വലിയ അക്രമമാണ് പോലീസിന് നേരെ നടത്തിയത്. ഇനി ഇതുപോലെ 2011 അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ സമരം നടന്നില്ലേ? UPA സർക്കാർ, മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ അന്ന് എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ഇങ്ങനത്തെ സമരമൊന്നും ചെയ്യാൻ പാടില്ല, ഇത് അപകടകരമായ മുൻമാതൃകയാണ് എന്ന് പറഞ്ഞു. ചിദംബരം പറഞ്ഞു സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ തെരുവിലിരിക്കുന്നവർ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയും മൻമോഹൻ സിംഗും ചിദംബരവും ഇതുപോലെ ജന്തർ മന്ദറിലും രാംലീല മൈതാനത്തും സമരമിരുന്ന അണ്ണാ ഹസാരയെ പോലെയുള്ള ആളുകൾ ഒരു വയലൻസും ഇല്ലാതെ ശാന്തമായി ലോക്പാൽ നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇത്തരം സമരങ്ങൾ ചെയ്യുന്നത് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അതേ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? ഈ പാർലമെന്റിൽ വളരെ നിർണായകമായ സമ്മേളനം നടക്കുകയാണ്. ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാവും. ഒരുപാട് ബില്ലുകൾ, ജനനമരണ നിയമത്തിലെ വലിയ ഭേദഗതി, വലിയ മാറ്റമുണ്ടാക്കുന്ന ബില്ല് വരും. ലോക്സഭയിലും രാജ്യസഭയിലും NDAക്ക് തനിച്ചു ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതി ഉണ്ടാകാൻ പോകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പാർലമെൻറ്റ് ഒരിക്കലും കൂടാൻ പാടില്ല. അതിനു മുമ്പ് ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് വലിയ തോതിൽ അക്രമം നടത്തി ഈ സർക്കാരിനെ വീഴിക്കാനുള്ള ശ്രമമാണ്. നമ്മൾ സോനം വാങ്ചുക്കിനെ പറഞ്ഞല്ലോ. സോനം വാങ്ചുക്ക് ലഡാക്കിൽ നിന്ന് പറന്ന് വന്ന് സമരത്തിൽ വന്ന, ഇപ്പോൾ അയാളെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് മേദാന്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ഇയാളുടെ ഭാര്യ ഗീതാഞ്ജലി അങ്കോമ കൊടുത്ത ഹർജിയെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി അനുവദിച്ചു. അവർക്ക് ഇഷ്ടമുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കട്ടെ. ആരാണ് ഈ സോനം വാങ്ചുക്ക്? പരിസ്ഥിതി പ്രവർത്തകൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ആമീർ ഖാൻ അഭിനയിച്ച ത്രീ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഫുൻസുങ് വാങ്ഡു എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. ഇത് ഇയാളെ മോഡലാക്കി ഉണ്ടാക്കിയതാണെന്നൊക്കെയാണ് പറയുന്നത്. അതെന്തോ ആവട്ടെ, ഇയാൾക്കൊരു സംഘടന ഉണ്ടായിരുന്നു, സെക്മോൾ, സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ലഡാക്ക്. ഇതിന് ഒരുപാട് വിദേശ പണം വരുന്നുണ്ടായിരുന്നു. ചൈനയിൽ നിന്നുൾപ്പെടെ, ശ്രദ്ധിക്കണം, ചൈനയിൽ നിന്നുൾപ്പെടെ, ലഡാക്ക് ചൈനയുടെ അതിർത്തിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ചൈനയിൽ നിന്ന് ഉൾപ്പെടെ സെക്മോൾ എന്ന് പറയുന്ന ഇയാളുടെ NGOയ്ക്ക് പണം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കണക്കില്ല, അതെന്തിനുപയോഗിച്ചൊന്നുമില്ല. ഈ പണത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ വന്നതിനെ തുടർന്ന് FCRA നിയമപ്രകാരം അതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി. പണം വരവ് നിന്നു. അങ്ങനെയാണ് സോനം വാങ്ചുക്ക് ലഡാക്കിൽ സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അവിടെ പരിസ്ഥിതിയെ തകർക്കും. എന്താ വികസന പ്രവർത്തനം എന്നറിയോ? നമ്മൾ ലഡാക്കിൽ ചൈനയുടെ അതിർത്തിയിൽ വലിയ സൈനിക താവളം ഉണ്ടാക്കുന്നു, ചൈന ഇങ്ങോട്ട് വരാതിരിക്കാൻ. അത് പറഞ്ഞപ്പോൾ ഓർക്കണം, സോനം വാങ്ചുക്ക് പറഞ്ഞതായി ഒരു വലിയ വിവാദമുണ്ട്. ഏതെങ്കിലും കാലത്ത് ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തിയാൽ ഞങ്ങൾ ലഡാക്കികൾ എതിർക്കില്ല എന്ന് ഇയാൾ പറഞ്ഞതായി പറയപ്പെടുന്നു. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇയാളുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കിടപ്പുണ്ട്. അങ്ങനെയുള്ള സോനം വാങ്ചുക്കാണ് ലഡാക്കിൽ ഇന്ത്യൻ ആർമി വലിയ പ്രതിരോധ നിരകൾ, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോരാട്ടത്തിനുള്ള യുദ്ധതന്ത്രങ്ങൾ നടപ്പാക്കുന്നതിനെ എതിർത്ത് സമരം ആരംഭിച്ചു. അത് പരിസ്ഥിതി സമരമാക്കി മാറ്റി, വിദ്യാർത്ഥി സമരമാക്കി, പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ട് സമരം നടത്തി. വയലൻസ് ഉണ്ടായി, വയലൻസിന് ആഹ്വാനം ചെയ്തു. ഒടുവിൽ വെടിവെപ്പ് നടന്നു, 4 പേർ മരിച്ചു. അതിനുശേഷം ഇയാൾ 170 ദിവസം ജയിലിലായിരുന്നു. ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്ത് വന്നതേ ഉള്ളൂ. മോദി സർക്കാരിനോട് തീരാത്ത വകയാണ്. ഫണ്ട് ചെയ്യുന്നത് ചൈനയാണ്. പണം വരവ് നിന്നു. അങ്ങനെയാണ് സോനം വാങ്ചുക്ക് വന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. സകല രാജ്യവിരുദ്ധരും ഇപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദറിലുണ്ട്. നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. കാരണം ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ വിദേശ ശക്തികളുടെ പണം വാങ്ങി രാഹുൽ ഗാന്ധിയും ടീമും, ആം ആദ്മി പാർട്ടിയുടെ പുതിയ മുഖം മൂടിയിട്ട മുഖമാണ് ഈ പാറ്റ പാർട്ടി എന്ന് പലരും പറയുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ കയ്യിലെ ടൂളാണ്. പാറ്റ പാർട്ടിയുടെ പ്രവർത്തകരോ വിദ്യാർത്ഥികളോ അല്ല ഈ സമരത്തിലിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ സമരം എങ്ങനെയാണ് പോകണമെന്ന്.
നിങ്ങളെ ഈ ഡൽഹിയിൽ നടന്ന ഈ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കുക, അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് തരിക എന്നത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. കാരണം ഈ ദൃശ്യങ്ങൾ നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ അല്ലാതെ വേറൊരു മാധ്യമത്തിലൂടെയും കണ്ടിട്ടുണ്ടാവില്ല. ഉറപ്പായും ഇത് കാണണം, മറ്റുള്ളവരെ കാണിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യട്ടെ.